രാമചരിതം സനാതന ധാർമ്മിക മൂല്യങ്ങളെ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താനുള്ള സമർത്ഥമായ ശ്രമത്തിൽ വിജയിച്ച ഒരു കൃതിയാണ്. അത് ഏതു ഭാഷയിലെ രാമകൃതിയും ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. രാമൻ, കൃഷ്ണൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളെ പുരസ്കരിച്ച് മാത്രമാണ് ഇന്ത്യൻ സാഹിത്യം, ഏതാണ്ട് 97% സാഹിത്യവും രാമൻ അല്ലെങ്കിൽ കൃഷ്ണൻ ഏറെയോ കുറഞ്ഞോ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള സാഹിത്യമാണ്. ശരിക്കും പറഞ്ഞാൽ രാമനെയും കൃഷ്ണനെയും നമ്മൾ എടുത്തു കളഞ്ഞാൽ പിന്നെ ഭാരതീയ സാഹിത്യം എന്നൊന്നില്ല, ഒരു വട്ടപൂജ്യമായിരിക്കും. എന്താണ് കാരണം? ജീവിതത്തിന്, ഇന്നു വരെയുള്ള നമ്മുടെ ജീവിതത്തിന്, മനുഷ്യ സമൂഹത്തിന്റെ മുഴുവൻ ജീവിതത്തിന് എന്തൊക്കെ ആവശ്യമായി വരുന്നു, എന്തൊക്കെ ആവശ്യമായി വരുന്നില്ലയോ, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സമർത്ഥമായി പ്രതിപാദിച്ചിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് ഈ നമ്മുടെ ഇതിഹാസങ്ങളിൽ നിരക്കുന്ന ഈ രണ്ടുപേരും. അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമന്റെ ഉദന്തമാണ്. എപ്പോഴും മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതം മുമ്പോട്ട് നയിക്കുന്നതിന് ഏതു മനുഷ്യനും എന്തെല്ലാം കാര്യങ്ങൾ സ്വീകരിക്കണമോ അതെല്ലാം സ്വീകരിക്കാനുള്ള പ്രോത്സാഹനം നൽകുന്ന ഒരു കഥാപാത്രമാണ് രാമൻ എന്നുള്ളതാണ് രാമന്റെ പ്രസിദ്ധി. രാമനിൽ നമ്മൾ അതിഭാവുകത്വം കൽപ്പിച്ചുകൊണ്ട്, രാമനിലെ മനുഷ്യത്വത്തിനെതിരായി നിന്നുകൊണ്ട്, രാമനിലെ ദേവത്വത്തെ മാത്രം വിലയിരുത്തിക്കൊണ്ട് ആലോചിക്കുമ്പോൾ കാണുന്ന ന്യൂനതകൾ കൊണ്ട് രാമന്റെ പകിട്ട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഏതിരുളിൽ കത്തിച്ചു വെച്ചാലും വിളക്കല്ലാതാവില്ലല്ലോ, അതിൽ നിന്ന് പ്രസരിക്കുന്ന വെളിച്ചമല്ലാതെ ആവില്ല. അന്ധകാരത്തെ മുഴുവൻ ഇല്ലാതെയാക്കാൻ ഒരു തുണ്ട് വെളിച്ചം മതി, ഒരല്പം വെളിച്ചം മതി. നൂറ്റാണ്ടുകളായി ഇരുൾ പടലം ആവാഹിച്ച് കിടന്നിരുന്ന ഒരു ഗുഹാതലത്തിൽ ചെറിയ ഒരു തിരി കത്തിച്ചു വച്ചാൽ മതി, ആ ഇരുൾ എങ്ങോട്ട് പോയെന്നറിയില്ല. അതുപോലെ മനുഷ്യ മനസ്സിലെ അന്ധകാരാവൃതമായ അവസ്ഥാന്തരങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള സമർത്ഥമായ ഒരു ആസൂത്രകമായ ഒരു കാര്യം എന്ന് പറയുന്നത് രാമൻ എന്ന നിലവിളക്ക് കൊളുത്തി വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സുകളിൽ. ആദർശാത്മക ജീവിതത്തിന്റെ എല്ലാ നിലകളിലുമുള്ള പ്രചോദനം ഈ രാമൻ എന്ന വിളക്കിൽ നിന്ന് പ്രസരിക്കുന്ന വെളിച്ചം നമുക്ക് നൽകും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ടാണ് ഈ യുഗത്തിലും 28ാം കലിയുഗമായ ഈ സമയത്തും രാമകഥ പ്രഖ്യാതമായി തീരുന്നതും പ്രാധാന്യത്തോടെ നാം ഉൾക്കൊള്ളുന്നതും ഇതിനായി ശ്രദ്ധിച്ച് കുറച്ചുപേരെങ്കിലും ചെവിതൊന്ന് കേട്ടിരിക്കുന്നതും. ശ്രുതിയുക്തി അനുഭവങ്ങളിലൂടെ മുമ്പോട്ട് നീങ്ങുന്ന ഒന്നാണ് നമ്മുടെ ജീവിതം. ശ്രുതിയുക്തി, കേൾവിയും ആ കേൾവിയിലൂടെ സമ്പാദിക്കുന്ന അറിവും അറിവിന് ആധാരമായിരിക്കുന്ന യുക്തിയും. ഈ യുക്തി എല്ലാവരും അവരവരുടെ യുക്തി മാത്രമാണ് ശരിയെന്ന് എല്ലാവരും വിചാരിക്കും. നമ്മുടെ യുക്തിമണ്ഡലം നമുക്ക് രൂപപ്പെടുന്നത് നാം അതുവരെ പഠിച്ചറിഞ്ഞിട്ടുള്ള, വിലയിരുത്തിയിട്ടുള്ള, ചിന്തിച്ച് ഉറപ്പിച്ചിട്ടുള്ള വിജ്ഞാനത്തിന്റെ ഒരു പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ്. ആ പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ യുക്തിബോധത്തെ സഞ്ചരിക്കാൻ നമ്മൾ അനുവദിക്കുകയേയില്ല. ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ടോ ആ ഗ്രഹിച്ചിരിക്കുന്ന ആ അളവിനകത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മുടെ യുക്തിബോധം നമുക്ക് രൂപപ്പെടുന്നതും ആ യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം എല്ലാത്തിനെയും വിലയിരുത്തുന്നതും. അപ്പോൾ ആ നമ്മളെക്കാൾ വിശാലമായി യുക്തിമണ്ഡലമുള്ള ഒരാളിന്റെ കാര്യത്തിലോ അവരുടെ യുക്തിബോധം നമ്മുടെ യുക്തിബോധത്തെക്കാൾ വളരെ വലുതായിരിക്കും. അപ്പോൾ അവർ പറയുന്നതായിരിക്കുമല്ലോ കുറച്ചും കൂടെ ശരി. അപ്പോൾ പറഞ്ഞു വരുന്നത്, എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള യുക്തിബോധത്തിനും ഓരോ പരിധികളുണ്ട്, അവരവരുടേതായ പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ള പരിശോധനയാണ് അറിവ് അന്വേഷണമായി മാറുമ്പോൾ ഉണ്ടാവുന്നത്. രാമനെ സംബന്ധിച്ചും രാമകഥയെ സംബന്ധിച്ചും ഇതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. രാമന്റെ നാമകരണത്തിന് ശേഷം കൊട്ടാരത്തിൽ അതീവ സൗഭാഗ്യങ്ങളോടെ ഈ 4 പിള്ളേരും വളർന്നു വന്നു. ഈ രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും. രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. ഇന്നലെ ഞാൻ പറഞ്ഞു രാമനും ലക്ഷ്മണനും ഒരുമിച്ചും ഭരതനും ശത്രുഘ്നനും ഒരുമിച്ചുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, രാമലക്ഷ്മണന്മാരെന്നും ഭരതശത്രുഘ്നന്മാരെന്നും പറഞ്ഞത്. ആ നിലയിൽ കൊട്ടാരത്തിൽ അതീവ സന്തോഷത്തോടെയും
രാജോചിതമായ എല്ലാ പകിട്ടുകളോടെയും വളർന്നു വരികയും പ്രജകൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടം ജനിപ്പിക്കുകയും സാമൂഹികമായ രാജ്യപരമായ കാര്യങ്ങളിലെല്ലാം അവർ ചെറുപ്പം മുതലേ ബന്ധപ്പെട്ടുകൊണ്ടും അങ്ങനെ വളർന്നു വന്നു ഇരിക്കുന്ന കൂട്ടത്തിൽ ഷോഡശ വയസ്സുപോലും തികഞ്ഞിട്ടില്ല മമ തനയനെന്ന് ദശരഥന് ദുഃഖിക്കേണ്ടി വരുന്നൊരവസ്ഥ, ഒരു സംഭവം ഉണ്ടാവുകയാണ്. ആ സംഭവത്തിന് മുമ്പ് തന്നെ രാമൻ കാട്ടിൽ വേട്ടയ്ക്ക് പോവുകയും അസ്ത്രശസ്ത്രാദികളിൽ നൈപുണ്യം സമ്പാദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഭരതനും അതുപോലെ തന്നെ. ഏതാണ്ട് ചെറിയ ഓരോ ദിവസങ്ങളുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. കർക്കിടക മാസത്തിലെ പുണർതം നക്ഷത്രം വരെ ദിവസമാണ് രാമൻ ജനിക്കുന്നത്. പൂയം ഭരതൻ, പുണർതം പൂയം ആയില്യം മറ്റു രണ്ടുപേരും ലക്ഷ്മണനും ശത്രുഘ്നനും, ഈ 3 നക്ഷത്രങ്ങളിലായിട്ടാണ് അവർ ജനിക്കുന്നത്. രാമൻ ജനിക്കുന്ന സമയത്ത് 5 ഗ്രഹങ്ങൾ ഉച്ചന്മാരായി നിൽക്കുകയാണ്. ഉച്ചൻ എന്ന് പറഞ്ഞാൽ ശക്തിശാലികളായി നിൽക്കുകയാണ് അവരുടെ ജാതകങ്ങളിൽ, ഗ്രഹനിലകളിൽ. ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചനായി നിൽക്കുന്നു. കുജൻ അല്ലെങ്കിൽ ചൊവ്വ മകരൻ രാശിയിൽ ഉച്ചനായി നിൽക്കുന്നു. അങ്ങനെ ഒരു 5 ഗ്രഹങ്ങൾ, പഞ്ചഗ്രഹങ്ങളാണ് പറയുന്നത്. പഞ്ചഗ്രഹങ്ങളും അതിശക്തന്മാരായി നിൽക്കുന്ന സമയമാണ് രാമന്റെ പുണർതം നക്ഷത്രത്തിലെ ജനനം. ആ ജനനം മുതൽ ഇങ്ങോട്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ, ഓരോ ദിവസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. എങ്കിലും സമപ്രായക്കാരാണല്ലോ കണക്കാക്കുന്നത്. എങ്കിലും ജ്യേഷ്ഠനല്ലാതാവുന്നില്ല. നമുക്കിടയിൽ ഈ ഒരു ബന്ധം ഇപ്പോഴില്ല. തലേ ദിവസം പിറ്റേ ദിവസം കണക്കാക്കിയിട്ട് ഓരോ വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും എടാപോടാന്ന് മാത്രമേ വിളിക്കൂ. 8-9 വയസ്സിന് എളുപ്പമുള്ള ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് പലപ്പോഴും പേരാ. സംസ്കാരം അങ്ങനെ മാറിയിരിക്കുന്നു. പ്രായത്തിൽ മൂത്ത ആളുകളോട് ബഹുമാനം വേണമെന്നുള്ള സദാചാര ബോധം നമുക്ക് നഷ്ടമായിരിക്കുന്നു. പേര് വിളിക്കുന്നുണ്ട്, എന്താ കുഴപ്പമെന്നാണ് എല്ലാവരും പറയുന്നത്. ബഹുമാനത്തിന്റെ ആദ്യത്തെ സൂചന പ്രായത്തെ മാനിച്ച് പെരുമാറുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് ബാക്കി മൂല്യസങ്കല്പങ്ങളിലേക്ക് പോകുന്നത്. അച്ഛനെ അളിയെന്നാരും വിളിക്കില്ലല്ലോ, അച്ഛനല്ലേ വിളിക്കും. അപ്പോൾ ആ ഒരു കാര്യം അതിനകത്തുണ്ട്. നമ്മുടെ ബന്ധദാർഢ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കേണ്ടതിന് നിശ്ചിതമായി പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചേ മതിയാവൂ. മകൻ അച്ഛനുമാവില്ല, അച്ഛൻ മകനുമാവില്ല. ആ ഒരു നിലയിൽ ഭാര്യ ഭർത്താവില്ല, ഭർത്താവ് ഭാര്യയാകുന്നില്ല. അങ്ങനെ ഓരോ ആൾക്കും അവരുടെ റോളുണ്ട്, കൃത്യമായ ഭാഗമുണ്ട് അഭിനയിച്ചു തീർക്കാൻ. ജീവിതമെന്ന നാടകം അഭിനയിച്ചു തീർക്കണമെങ്കിൽ അതിന് നിശ്ചിതമായ നിലയിലുള്ള റോൾ കൃത്യമായി നമ്മൾ അഭിനയിച്ചു തീർത്തെങ്കിലേ പറ്റൂ. ആ ഒരു നിബന്ധന നമ്മുടെ സദാചാര മൂല്യങ്ങളെ ബലിഷ്ഠമാക്കാൻ വേണ്ടി, സമൂഹത്തെ ബലിഷ്ഠമാക്കാൻ വേണ്ടി വളരെ അത്യാവശ്യമായി വേണ്ട കാര്യമാണ്, അനിപേക്ഷണീയമായി സ്വീകരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തിന്റെ എളുപ്പമുണ്ടെങ്കിലും ഇവർ ജ്യേഷ്ഠാനുജന്മാരെന്നുള്ള ബന്ധം കൃത്യമായി നിലനിർത്തി പോന്നിരുന്നു. അതാണ് ശക്തമായ ഭ്രാതൃധർമ്മം. ഭ്രാതാവ്, ബ്രദർ എന്ന് നമ്മൾ പറയുമല്ലോ. ബ്രദർ എന്നുള്ള വാക്ക് ഉണ്ടാകുന്നത് ഭ്രാത എന്ന സംസ്കൃത ശബ്ദത്തിൽ നിന്നാണ്. മാത എന്ന ശബ്ദത്തിൽ നിന്നാണ് മദർ എന്ന വാക്കുണ്ടായത്. പിത എന്ന വാക്കിൽ നിന്നാണ് ഫാദർ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഓരോന്നും ഭാഷയ്ക്ക് അങ്ങനെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇംഗ്ലീഷുമായി സംസ്കൃതത്തിന് നല്ല ബന്ധമുണ്ട്. നമ്മുടെ മലയാളത്തിനകത്ത് ആ ബന്ധം തോന്നുന്നത് ഏതാണ്ട് 3/4 പങ്കും വാക്കുകൾ നമുക്ക് സംസ്കൃതമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എടാ നീ പോയി മുഖം കഴുകിയിട്ട് വാ എന്ന് പറയുന്നത് മുഖം സംസ്കൃതമാണ്, എല്ലാവരും പറയുന്നതാണ്. അപ്പൊ സംസ്കൃത പദങ്ങളുടെ ആധിക്യം കൊണ്ട് സമ്പന്നമായി തീർന്നൊരു ഭാഷ കൂടിയാണ് ഈ മലയാളം എന്ന് പറയുന്നത്. മുഞ്ഞി എന്നുള്ളതാണ് അതിന്റെ മുഖത്തിന് പകരമുള്ള മലയാളം. ശരിക്കും പറഞ്ഞാൽ നീ പോയി മുഞ്ഞി കഴിയിട്ട് വേണമെന്നാരെങ്കിലും പറയോ? ഇപ്പോഴും പറയില്ല. അവർ തമ്മിൽ കുറെ നേരമായിട്ട് സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയും, അല്ലെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സംഭാഷണം ഈ വാക്കെല്ലാം സംസ്കൃതമാണ്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ ഈ രാമൻ ഈ ജ്യേഷ്ഠാനുജ ബന്ധത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി നിന്നുകൊടുക്കുകയാണ്. ജ്യേഷ്ഠ എന്ന് വിളിക്കുന്നിടത്ത് 100 നാവാണ് ഭരതന്, ശത്രുഘ്നന്, ലക്ഷ്മണന് ഒക്കെ. അപ്പൊ ഈ ആദരം സൂക്ഷിക്കുക, സ്നേഹത്തിൽ പൊതിഞ്ഞ ആദരം സൂക്ഷിക്കുക. പ്രായവൃദ്ധത്വം ആണ് അവിടെ മാനിക്കപ്പെടുന്നത്. പ്രായവൃദ്ധത്വമുണ്ട്, പണ്ഡിതവൃദ്ധത്വമുണ്ട്, പ്രായവൃദ്ധത്വമുണ്ട്. നമ്മളെക്കാൾ എത്രയോ താഴെയുള്ള ഒരാൾ, ഈ പ്രായം കൊണ്ട് എളുപ്പമുള്ള ഒരാൾ നമ്മളെക്കാൾ എത്രയോ വലിയ കാര്യം ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ മാനിക്കണം, ബഹുമാനിക്കണം. പ്രായമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ മറ്റാളുകളോ പ്രായം കൂടുതലുള്ള ആളുകളെ ബഹുമാനിക്കണം. കാരണം ലോകം കണ്ടവരാണവർ, ലോകപരിചയം നേടിയവരാണവർ. അതാണ് പ്രായവൃദ്ധത്വം എന്ന് പറയുന്നത്.
പണ്ഡിതവൃദ്ധന്മാരും പ്രായവൃദ്ധന്മാരും രണ്ടും ആദരവർഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അതായത് പരസ്പര ബഹുമാനമുള്ള ഒരു സാമൂഹിക കൽപ്പന അവിടെ ഉണ്ടാകണം എന്നർത്ഥം. അതാണ് ഇവിടെ രാമായണത്തിൽ പ്രഖ്യാതമായി പറയുന്ന ഈ ഭ്രാതൃധർമ്മം എന്ന് പറയുന്നത്. അതുപോലെ അവിടെ രൂപപ്പെട്ട് കിട്ടുന്ന മറ്റൊന്നാണ് പിതൃധർമ്മം. അതേക്കുറിച്ച് പിന്നെ ദശരഥന്റെ കാര്യം പറയുമ്പോൾ പറയാം. ഇപ്പൊ ഈ ഭ്രാതൃധർമ്മത്തിന് വിധേയമായിക്കൊണ്ട് സഹോദര ഭാവത്തിൽ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും സംതൃപ്തിയോടും കഴിഞ്ഞു വരുന്ന ഒരു കുടുംബാന്തരീക്ഷം ആ രാജകൊട്ടാരത്തിനകത്തെ ദശരഥന്റെ കുമാരന്മാർക്ക് തമ്മിലുണ്ട്. അതുപോലെ ആ ഭാര്യമാർക്കുണ്ട്. കൗസല്യ, കൈകേയി, സുമിത്ര. അവർ വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വന്നതാണെങ്കിലും കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, ദശരഥന്റെ ഭാര്യമാരായി കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ ഐക്യമുള്ള ഒരു ജീവിതം ഉണ്ടായി. കുടുംബത്തിന്റെ ഐക്യം എപ്പോഴും സ്ത്രീകൾ കൂടി ചേർന്ന് മുൻകൈയെടുത്ത് നടത്തുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ കുടുംബൈക്യം ഉണ്ടാവില്ല. അതാണ് അച്ഛനോട് മിണ്ടരുത്, അമ്മയ്ക്കൊന്നും കൊടുക്കരുത്, ഭാര്യയ്ക്കെല്ലാം കൊടുക്കണം, ഇരുന്നുണ്ണരുത്, കിടന്നുറങ്ങരുത്. ഇങ്ങനെ 4-5 കാര്യങ്ങളുണ്ട്. അർത്ഥം മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇരുന്നുണ്ണരുത്, ഇരുന്നങ്ങ് തിന്നരുത്. അതാണ്, അത് ദഹനക്കേട് ഉണ്ടാക്കുന്നതാണ്, ശരീരത്തിന് കുഴപ്പമുണ്ടാക്കുന്ന. അല്പം ആഹാരം, ആവശ്യത്തിനുള്ള മിതാഹാരം വേണ്ടവണ്ണം ചവച്ചരച്ച് കഴിക്കുക, എഴുന്നേറ്റ് പോവുക. ഇരുന്ന് തിന്നരുത്, കിടന്നുറങ്ങരുത്. ചിലർ പോയി കിടക്കയിൽ പോയി കിടക്കും, കിടന്ന് പറയും, ഓഹ് എനിക്കിന്ന് അങ്ങോട്ട് ഉറക്കം വരുന്നില്ല എന്നും 2 കോട്ടുവായൊക്കെ ഇട്ട് ഇരിക്കും. അങ്ങനെയല്ല, ഉറക്കം വരുമ്പോൾ പോയി കിടന്നുറങ്ങുക, അന്നേരം ഉറങ്ങുക. ഈ വലിയ ആർഭാടങ്ങളുള്ള ബെഡ്റൂമൊക്കെ ഉണ്ടാക്കി, എത്രയോ കോടികൾ മുടക്കി കൊട്ടാര സദൃശമായ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി അവിടെ വലിയ ഗംഭീരമായി പതുപതുത്ത മെത്തയും കാര്യങ്ങളൊക്കെ ഇടും. എന്തിനാ? ഉറങ്ങാതിരിക്കാനാ. ഉറങ്ങിക്കഴിഞ്ഞാൽ ഇയാളെ കൊണ്ട് മൈതാനത്തിൽ കൊണ്ട് കിടത്തി അയാൾ അറിയോ? അപ്പൊ ഈ സുഖസൗകര്യങ്ങൾ ബെഡ്റൂമിൽ ഉണ്ടാക്കുന്നത് ഉറങ്ങാതിരിക്കാനാ, ഉറങ്ങാനല്ല. ഉറങ്ങണമെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. അപ്പൊ കിടന്നുറങ്ങരുത്, അച്ഛനോട് മിണ്ടരുത്. അച്ഛനോട് മിണ്ടരുതെന്ന് പറഞ്ഞാൽ അച്ഛനെ കൊണ്ട് മിണ്ടിക്കരുത്, അച്ഛനെ കൊണ്ട് വഴക്ക് പറയിക്കരുത്. അച്ഛൻ വന്ദനീയനാണ്. ജന്മദാതാവ് എന്നുള്ള നിലയിൽ, നമ്മൾ സംരക്ഷകൻ എന്നുള്ള നിലയിൽ അച്ഛൻ ബഹുമാന്യനാണ്. അതുകൊണ്ട് അച്ഛനെ കൊണ്ട് ഇങ്ങോട്ട് എതിർത്തൊന്നും പറയിപ്പിക്കരുത് എന്നർത്ഥം. അതാണ് അച്ഛനോട് മിണ്ടരുതെന്ന് പറയുന്നത്. എതിർത്ത് അങ്ങോട്ട് പറയരുത്. ഇങ്ങോട്ട് പറഞ്ഞാലും അങ്ങോട്ട് പറയാതിരിക്കലാണ് വേണ്ടത്. അമ്മയ്ക്ക് ഒന്നും കൊടുക്കരുത്. അങ്ങനെ ആരെങ്കിലും പറയും അമ്മയ്ക്കൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ? അമ്മയ്ക്കൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ എല്ലാം അമ്മയുടെ വകയാണ്. കുടുംബത്തിലുള്ള എല്ലാം അമ്മയുടെ വക. അവരാണ് ഇത് നമുക്ക് തരേണ്ടത്. അവർക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മകനും മകന്റെ ഭാര്യയും മകന്റെ സ്വത്തുക്കളും അച്ഛന്റെ സ്വത്ത് എല്ലാം അമ്മയുടെ വകയാണ്. അമ്മയുടെ ഗൃഹേശ്വരിയാണ്, ഗൃഹത്തിന്റെ അധിപതിയാണ്, ഗൃഹനാഥയാണ്. എല്ലാത്തിന്റെ അവകാശി അമ്മയാണ്. അങ്ങോട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം അവർ എടുത്ത് വേണ്ടവണ്ണം തരാൻ അവർക്ക് കഴിയണം. അമ്മയ്ക്കൊന്നും കൊടുക്കരുത് എന്നുവെച്ചാൽ അമ്മയുടെ കയ്യിൽ നിന്ന് എല്ലാം ഇങ്ങോട്ട് വാങ്ങാം എന്നർത്ഥമാണ്. ഭാര്യയ്ക്ക് എല്ലാം കൊടുക്കണം, എല്ലാം ഭാര്യയ്ക്ക് കൊടുക്കണം. എങ്ങനെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത്? എന്തിനാ കൊടുക്കണോ? അങ്ങനെ കൊടുക്കേണ്ടി വരുമോ? ഭാര്യയ്ക്കെല്ലാം കൊടുക്കണം എന്നത് അപരിചിതമായ ഒരു ഗൃഹാന്തരീക്ഷത്തിലേക്കാണ് അവൾ കടന്നു വരുന്നത്. ചിലപ്പോൾ അത് തൊട്ടാ കുറ്റം, ഇത് തൊട്ടാ കുറ്റം, അതെടുത്താ കുറ്റം, അങ്ങനെ അങ്ങോട്ട് പോയാൽ പ്രശ്നം, ഇങ്ങോട്ട് പോയാൽ ഇങ്ങനെ വരും. അപ്പൊ അതുകൊണ്ട് അവരോട് പറഞ്ഞു കൊടുക്കണം, എടി നീ അങ്ങനെ പോകരുത്, എടോ അല്ലെങ്കിൽ ഇയാൾ അങ്ങനെ പോകരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് ഇതെടുക്കുക, ഇതാണ് ഇവിടുത്തെ കഷ്ടം. അപ്പൊ എല്ലാവർക്ക് കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ ഇത് ഇങ്ങനെയുള്ള 2-3-4 കൽപ്പനകളുണ്ട്. ഇത് അതിശക്തമായ ഒരു കുടുംബ ബന്ധത്തിന്റെ സുരക്ഷിതമായ നിലനിൽപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ചില നിയമാവലികളാണ്. ഇതൊക്കെയാണ് സുഭിക്ഷവും സംതൃപ്തവുമായ ഒരു കുടുംബത്തെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ട കാര്യം. സത്യം, ധർമ്മം, അഹിംസ, സഹകരണം, സഹവർത്തിത്വം, ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടാവണം. അതാണ് സമൂഹത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത്. അത് കൊണ്ടുപോകാൻ രാമൻ അതിന് മാതൃകയാണ്, എല്ലാ ഗുണങ്ങൾക്കും മാതൃകയാണ്. അതാണ്, എന്തൊക്കെ ഗുണങ്ങൾ സമൂഹ ജീവിതത്തിനും വ്യക്തി ജീവിതത്തിനും കരുപ്പിടിക്കാനായി നമുക്കുണ്ടോ, അങ്ങനെയുള്ള ഗുണങ്ങൾക്കെല്ലാം വിളനിലമാണ്, അതിന്റെ ആകരമാണ് ഈ രാമന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അങ്ങനെയാണ് രാമൻ അവിടെ വളർന്നത്. അങ്ങനെ ഇരിക്കുന്ന രാമാദികൾ സന്തുഷ്ടമായി അവിടെ കഴിയുന്ന സന്ദർഭത്തിലാണ് കുശിക ഗോത്രജനായ ഗാധി നന്ദനായ വിശ്വാമിത്രൻ അവിടെ വരുന്നത്. വിശ്വാമിത്രൻ വലിയൊരു രാജർഷിയാണ്. രാജർഷി പിന്നെ മഹർഷിയായി മാറി. സൂര്യവംശത്തിന്റെ കുലഗുരുവായ വസിഷ്ഠനുമായിട്ടുള്ള സംഘടനാത്മകമായ രംഗങ്ങളുണ്ട് അതിനു മുമ്പ് പല സന്ദർഭങ്ങളിൽ. എങ്കിലും അദ്ദേഹത്തിന് ഒരു രാജർഷി ബ്രഹ്മർഷിയാകണമെങ്കിൽ ചെറിയ കാര്യമൊന്നും പോരാ. സാധാരണ ഒരാൾക്ക് മുനിയാകുന്നതിന് വലിയ വിഷമമൊന്നുമില്ല, പോരുന്ന് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് തപസ്സം ചെയ്താൽ മതി. എന്നാൽ ഒരു മഹാരാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ നോക്കിയിട്ട്, ഭരണപരമായ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്കിയിട്ട്
അയാൾക്ക് സന്യസിക്കാൻ കഴിയുക എന്ന് പറയാം. രാജസ പ്രൗഢിയിൽ നിന്ന് സാത്വിക പ്രൗഢിയിലേക്ക് ഒരാൾക്ക് കയറി വരണമെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ തപശ്ചര്യയിലൂടെ സിദ്ധി നേടിയെടുത്ത ആളാണ് ഈ വിശ്വാമിത്രൻ. ആ വിശ്വാമിത്രൻ കൊട്ടാരം സന്ദർശിക്കുകയാണ്. എന്തോ ചില കാര്യങ്ങൾ സാധിക്കാനുണ്ട് അയാൾക്ക്. അദ്ദേഹം വരികയാണ്. വന്ന് ദശരഥനോട് ആദ്യം തന്നെ ദശരഥൻ എല്ലാം അങ്ങ് പറയും. ദശരഥനല്ലേ ആള്, ഒരുപാട് സംഭാരങ്ങളുള്ള രാജാവല്ലേ, സമ്പത്തുള്ള രാജാവല്ലേ, എല്ലാവരോടും സ്നേഹവും സൗമനസ്യവും ബഹുമാനവും പരിഗണനയുള്ള രാജാവാണ് അദ്ദേഹം. എന്ത് ആവശ്യപ്പെട്ടാലും ആവശ്യപ്പെടാതെയും കൊടുക്കാവുന്ന ഒരു സന്ദർഭമുണ്ട് ദശരഥനെ സംബന്ധിച്ചിടത്തോളം. കാരണം ദശരഥന്റെ പാരമ്പര്യം അതാണ്. പ്രജാനാമേവ ഭൂത്യർത്ഥം ശതാഭ്യോ ബലിം അഗ്രഹീത് സഹസ്രഗുണം ഉത്സൃഷ്ടം ആദത്തെ ഹി രസം രവി എന്നാണ് രഘുവംശ രാജാക്കന്മാരുടെ ഒരു നയം. പ്രജാനാമേവ ഭൂത്യർത്ഥം, പ്രജകളുടെ ഐശ്വര്യത്തിനു വേണ്ടി, പ്രജകളുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മാത്രം, പ്രജാഹിതത്തിനു വേണ്ടി സഹ അദ്ദേഹം താഭ്യോ അവരിൽ നിന്ന് ബലിം അഗ്രഹീത്. ബലി എന്ന് പറഞ്ഞാൽ ടാക്സ്, നികുതി, കരം പിരിച്ചെടുക്കുന്നു. ഏതുപോലെ ഒരുപാട് ജലാശയങ്ങളിൽ നിന്ന് സൂര്യൻ അല്പാൽപമായി നീരാവിയുടെ രൂപത്തിൽ ജലം വലിച്ചെടുത്ത് അത് മേഘമാക്കി മാറ്റി അതിശക്തമായി ഈ ജലം വലിച്ചെടുക്കാൻ ഇടയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും മഴ പെയ്യുകയാണ്. സൂര്യന്റെ ഈ ഉദാരമധുരമായ സേവന സന്നദ്ധതയെ പോലെയാണ് രഘുവംശ രാജാക്കന്മാരും ചെയ്തത്. പ്രജകളുടെ ഐശ്വര്യത്തിന് വേണ്ടി മാത്രം കരം പിരിച്ചെടുത്തു, അവരുടെ ആവശ്യത്തിന് വേണ്ടിയല്ല. ഇന്നത്തെ ഭരണവർഗത്തിന്റെ മനോഭാവങ്ങൾക്കെതിരായിട്ടാണ് നമ്മൾ അത് കാണുന്നത്. സ്വന്തം കീശ വികർപ്പിക്കലും സ്വന്തം കുടുംബാംഗങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകത്തക്കവണ്ണം പെരുമാറുകയും ചെയ്യുന്നതല്ല കാര്യം. എല്ലാ പ്രജകളുടെയും പ്രതിനിധി എന്നുള്ള നിലയിൽ ഭരിക്കേണ്ടി വരുമ്പോൾ ഭരണീയരായ ആളുകൾക്ക് വേണ്ടവണ്ണമുള്ള സേവനം എല്ലാ അർത്ഥത്തിലും എല്ലാ സമയങ്ങളിലും ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഭരണകർത്താക്കൾ. അതാണ് പ്രജാനാമേവ ഭൂത്യർത്ഥം സഹ താഭ്യോ ബലിം അഗ്രഹീത് സഹസ്രഗുണം ഉത്സൃഷ്ടും ആദത്തെ ഹി രസം രവിഹി എന്ന് കാളിദാസൻ രഘുവംശത്തിൽ പറഞ്ഞത്. അങ്ങനെയുള്ള ഈ രാജാക്കന്മാർ എങ്ങനെയാണ് മാതാപിതാക്കൾ എന്ന് പറയുന്ന കുട്ടികൾക്ക് ഈ ജന്മം കൊടുത്തു എന്ന് ജന്മദാതാക്കൾ മാത്രമാണ്. ബാക്കി ആ ജീവിതത്തിൽ മുഴുവൻ കാര്യങ്ങളും, ആ വ്യക്തിയുടെ മുഴുവൻ കാര്യങ്ങളും രാജാവാണ് നൽകുന്നത്. പ്രജാനാം വിനയാധാനാത് രക്ഷണാത് ഭരണാദവി സ പിതാ പിതരസ്താസാം കേവലം ജന്മഹേതവ. മാതാപിതാക്കൾ ജന്മം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും രാജാവാണ് ചെയ്യുന്നത്. എന്തൊരു സോഷ്യലിസമാണിത്! സ്ഥിതിസമത്വത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു സന്ദേശം ഈ രഘുവംശ രാജാക്കന്മാരുടെ ഭരണക്രമങ്ങളിലൂടെ വെളിവാകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഭരണക്രമമാണ് സ്വീകരിച്ചത്. മാത്രമോ അവർ കാണാനും സുന്ദരന്മാരാണ്, അവരുടെ പ്രകൃതിയും അങ്ങനെയാണ്. മറന്നിട്ടുണ്ടല്ലോ. അവരുടെ പ്രകൃതിയും അങ്ങനെയാണ്. ആകാര സദൃശ പ്രജ്ഞയാ സദൃശാഗമ, ആഗമൈ സദൃശാരംഭ, ആരംഭ സദൃശോദേഹ എന്ന് പറയും. ആകാര സദൃശ പ്രജ്ഞ, ആകാരം സുന്ദരമാണ്, രൂപം വളരെ സുന്ദരമാണ്. ആ എത്രത്തോളം സൗകുമാര്യമുണ്ടോ അതുപോലെ സൗകുമാര്യമുള്ളതാണ് അവരുടെ പ്രജ്ഞ, അവരുടെ ബോധം, ബുദ്ധി. പ്രജ്ഞയാ സദൃശാഗമ, ആ ബുദ്ധി എത്രത്തോളമുണ്ടോ അതനുസരിച്ചുള്ളതാണ് അവരുടെ കർമ്മങ്ങൾ. ആരംഭ സദൃശോദേഹ, ആ പ്രവൃത്തി എങ്ങനെയാണോ ആ പ്രവൃത്തിക്ക് യുക്തമായ ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ സമ്പൂർണതയാണ് അവിടെ. ആകാര സദൃശ പ്രജ്ഞ, പ്രജ്ഞയാ സദൃശാഗമ, ആഗമൈ സദൃശാരംഭ, ആരംഭ സദൃശോദയ. ഇതുമാതിരി ഒരു ഭരണക്രമം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നിട്ടുണ്ടോ? ഇത്ര ജനാധിപത്യ സമ്പ്രദായമുള്ള പ്രജാക്ഷേമൈക നിരതമായ ഒരു ഭരണം വേറെ എവിടെ, എങ്ങനെ, എപ്പോൾ ഉണ്ടായിട്ടുണ്ട്? ഒരു യുഗത്തിലും മറ്റൊരു കാലങ്ങളിലും മറ്റൊരു വ്യക്തികളുടെ ഇടയിലും മറ്റൊരു സമൂഹത്തിനിടയിലും മറ്റൊരു രാജ്യത്തിലും മറ്റൊരു സംസ്കാരത്തിലും ഇല്ല ഇതുപോലൊരു ഭരണക്രമം. അങ്ങനെയുള്ള ഭരണക്രമം സ്വീകരിച്ച് ജീവിച്ച കുറെ പിൻഗാമികളുടെ പിന്മുറക്കാരനാണ് ഈ ദശരഥൻ. ആ ദശരഥന്റെ മുമ്പിൽ വിശ്വാമിത്രൻ എത്തിയപ്പോൾ എന്താണ് മഹർഷിയെ വേണ്ടത്? അങ്ങക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറയുകയാണ്. അപ്പോഴാണ് പറയുന്നത്, ഒട്ടും പേടിക്കണ്ട,
എൻ്റെ സിദ്ധാശ്രമ പരിസരങ്ങളിൽ ചില ശല്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യജ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വളരെയധികം ശല്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രാക്ഷസ പരീക്ഷകൾ അവരെ ഉന്മൂലനം ചെയ്യണം. അതിന് അങ്ങയുടെ മകനായ രാമനെ എൻ്റെ കൂടെ അയക്കണം. ഈ രാജർഷിയായ വിശ്വാമിത്രൻ, ബ്രഹ്മർഷിയായ വിശ്വാമിത്രൻ അത്ര മോശക്കാരനൊന്നുമല്ല. 48 തരം ദിവ്യാസ്ത്രങ്ങൾ വളരെ കൃത്യമായി പഠിച്ചറിഞ്ഞ ആളാണ് അദ്ദേഹം. ആ ദിവ്യാസ്ത്രങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഒരാളും ബാക്കിയിൽ, അത്രത്തോളം ശക്തമായ ആയുധങ്ങളാണ് കയ്യിലുള്ളത്. അതിൻ്റെ കൂടെ ബ്രഹ്മർഷിപദമായതുകൊണ്ട് സിദ്ധിയും സാധനയും എല്ലാം ഉണ്ട്. അപ്പോൾ അസാമാന്യ വ്യക്തിപ്രഭാവമുള്ള ആളാണ് ഈ വിശ്വാമിത്രൻ. ആ വിശ്വാമിത്രൻ വന്ന് പറയുകയാണ്, പക്ഷേ ആറ്റുനോറ്റുണ്ടായിരുന്ന ഉണ്ണി എന്നുള്ള നിലയിൽ രാമനെ പിരിഞ്ഞിരിക്കാൻ ദശരഥന് കഴിയില്ല. ദശരഥൻ വെറും ഒരു രാജാവല്ല, ഒരു പിതാവാണ് എന്ന് മാത്രമല്ല വാത്സല്യം കൊണ്ട് അങ്ങേ അറ്റത്തെത്തി നിൽക്കുന്ന ഒരു പിതാവാണ്. സാധാരണ വാത്സല്യമൊന്നുമല്ല അത്. രാമനെ നെറുകയിൽ വെച്ചിരിക്കുകയാണല്ല ഇപ്പോഴും. ആ രാമനെ, ആറ്റുനോറ്റുണ്ടായ തന്റെ ഓമന മകനെ ഈ രാക്ഷസ പരീക്ഷകൾക്കിടയിലേക്ക് എന്ത് കാരണം കൊണ്ടായാലും വിട്ടുകൊടുക്കുന്നതിന് ദശരഥന് മനസ്സ് വന്നില്ല. അദ്ദേഹം വിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, മോനെ, എന്തൊരു കഷ്ടമാണിത്. അങ്ങനെ കൂടെ ഞാൻ വരാം, അല്ലെങ്കിൽ എന്റെ സൈന്യത്തെ മുഴുവൻ അയക്കാം. രാക്ഷസന്മാരെ കൊന്നാ മതിയല്ലോ, അതൊക്കെ ഞാൻ ചെയ്യാം. പറഞ്ഞു, മുന്നം തരാമെന്ന് ചൊല്ലി എന്റെ ഇഷ്ടം പിന്നെ ഇല്ലെന്ന് ചൊല്ലുന്നത് ചേരുമോ എന്ന് കോപിഷ്ഠനായി ചോദിക്കുകയാണ്. ഈ സമയത്ത് ദശരഥൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കുലഗുരുവായ വസിഷ്ഠാചാര്യന്റെ ചെവിയിൽ പോയി ഇങ്ങനെ പറഞ്ഞു, എന്ത് വേണം മഹർഷി? ഇതാ വിശ്വാമിത്ര മുനി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു, എന്താണ് വേണ്ടത്? അപ്പോൾ തമ്മിൽ ചെറിയ ഉടക്കൊക്കെ ഉണ്ടെങ്കിലും, വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിൽ ഉടക്കൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായും വസിഷ്ഠന് അറിയാം വിശ്വാമിത്രൻ മോശക്കാരനല്ലെന്ന്, ഒരു തരത്തിലും മോശക്കാരനല്ല എന്ന്. അദ്ദേഹം പറഞ്ഞു, മഹാരാജൻ ഒട്ടും താമസിക്കേണ്ട, ഇതിനെല്ലാം ചില ലക്ഷ്യങ്ങളുണ്ട്. വിശ്വാമിത്രൻ വെറുതെ ഇങ്ങനെ കയറി വരികയില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഏറ്റവും നല്ലൊരു ലക്ഷ്യമാണുള്ളത്. ഈ രാമൻ എന്ന് പറയുന്നത് അങ്ങയുടെ മകനാണ്, ശരിയാ, പക്ഷെ അദ്ദേഹം സാധാരണക്കാരനല്ല. അങ്ങ് കരുതുന്നതിനേക്കാളും പ്രാഭവമുള്ള, ശ്രേഷ്ഠതയുള്ള, അതിശക്തനായ ഒരാളാണ് ഇദ്ദേഹം. സാക്ഷാത് നാരായണൻ തന്നെയാണ് ഇത്. അതുകൊണ്ട് അങ്ങ് ഒന്നും പേടിക്കേണ്ട, അയക്കുക. അത് മാത്രമല്ല, വിശ്വാമിത്രന്റെ കയ്യിൽ രാമൻ വളരെ സുരക്ഷിതനായിരിക്കും. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഭാവിയിലുണ്ട്. അല്ലെങ്കിൽ അങ്ങ് നോക്കിക്കോളൂ, അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, പറഞ്ഞയച്ചോളൂ. സുമന്ത്രനും ഒക്കെ ഇതന്നെ പറഞ്ഞു, മന്ത്രിയും ഒക്കെ ഇതൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. വിശ്വാമിത്രനെ എല്ലാവർക്കും അറിയാം, ദശരഥനും അറിയാം. പക്ഷേ ഈ രാമനെ അയക്കണമെന്നുള്ളത് കൊണ്ടുള്ള സങ്കടം കൊണ്ടാണ് പോയി ചോദിക്കുന്നത്. എന്തായാലും അയച്ചു. അങ്ങനെ അവര് രാമൻ ലക്ഷ്മണനെയും കൂട്ടി ഈ വിശ്വാമിത്രനോടൊപ്പം സിദ്ധാശ്രമ പരിസരങ്ങളിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണും. വാൽമീകിയുടെയും അതുപോലെ ഈ അധ്യാത്മരാമായണകാരന്റെയും പിന്നെ എഴുത്തച്ഛന്റെയും വർണ്ണനങ്ങളിൽ നിന്ന് ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുന്നുണ്ട്. നമ്മുടെ സംസ്കാരം എന്താണ്, ആർഷമായ സംസ്കാരം എന്താണ് എന്ന്. ആർഷമായ സംസ്കൃതിയിൽ തിന്മ എന്നൊന്നില്ല. ഉണ്ടെങ്കിൽ ആ തിന്മയെ ഉന്മൂലനം ചെയ്തേ അവർക്ക് സമാധാനമുള്ളൂ. എന്താണ് ഈ നന്മതിന്മകൾ എന്ന് പറയുന്നത്? ഒരു ജീവിതത്തെ ദോഷരഹിതമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന്, സംതൃപ്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന്, സന്തോഷകരമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് എന്തെല്ലാമൊക്കെ ആവശ്യമുണ്ട് ഓരോ മനുഷ്യനും, ഒരാൾക്ക് മാത്രമല്ല, ഓരോ ജീവിക്കും, സർവ്വചരാചരങ്ങൾക്കും എന്ന് പറയാം. അപ്പൊ സർവ്വചരാചരങ്ങൾക്കും ഹിതാനുസൃതമായ ജീവിതം കെട്ടിപ്പോക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ആണ് ഈ നന്മ എന്ന വിഭാഗത്തിൽപ്പെടുന്നത്. ഇതിന് എതിരായിട്ട് വരുന്ന എന്തെല്ലാമുണ്ടോ അതാണ് തിന്മ എന്ന രീതിയിൽ വരുന്നത്. ആ തിന്മകൾ സംഹരിക്കപ്പെടേണ്ടതാണെന്നും നശിപ്പിക്കപ്പെടേണ്ടതാണെന്നും നന്മ വളർത്തപ്പെടേണ്ടതാണെന്നും നിലനിർത്തപ്പെടേണ്ടതാണെന്നും ഉള്ള വിശ്വാസം ഇന്ന് നമുക്കുണ്ടല്ലോ. ഇത് നമ്മുടെ പ്രവർത്തികൾ അങ്ങനെയാണ്. ഞാൻ നന്നായി വരുമെന്ന് വിചാരിച്ചാൽ അതൊക്കെ ചെയ്ത് ഇങ്ങനെ ദോഷമായി വരുമെന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറയാറില്ലേ നമ്മൾ സാധാരണ ജീവിതത്തിൽ? അപ്പൊ അതിനർത്ഥം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ആ ദോഷത്തിലേക്ക് ചെന്നത് എന്നാണ്, അറിയാതെ ചെന്നുപോയതാണ്. അപ്പൊ അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഈ തിന്മകളിലേക്ക് നമ്മൾ പ്രവേശിക്കാറുണ്ട്. ആ തിന്മകളിൽ നിന്ന് നന്മകളിലേക്കുള്ള ചൂടുമാറ്റമാണ് സമൂഹത്തിന്റെ സുരക്ഷിതമായ നിലനിൽപ്പിന് അത്യാവശ്യം. ആ സംസ്കാരത്തിന്റെ ഗതിവിഗതികൾ പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാവും. ലോകം എങ്ങുമുള്ളതുപോലെ അല്ല ഭാരതത്തിന്റെ ആർഷമായ സംസ്കൃതിയുടെ ഏറ്റവും വിജയകരമായ സന്നിവേശം എന്ന് പറയുന്നത്.
സത്യവും ധർമ്മവും അഹിംസയും അടങ്ങുന്ന, സദാചാരവും അടങ്ങുന്ന ഒരു സ്വഭാവ രൂപീകരണത്തിന്റെ സത്ത ആർഷ സംസ്കൃതിയിലെ ഏറ്റവും പ്രധാനമായ ഭാഗമാണ്. അതാണ് നമുക്ക് പഠിക്കാനും പരിശീലിക്കാനും അനുവർത്തിക്കാനും ഉള്ളത്. ഈ പുണ്യപുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടേണ്ടത് അതാണ്. പലരും സ്വീകരിക്കാതിരിക്കുന്നതും അതാണ്. എനിക്കറിയാം ഒരുപാട് പേരെ ഈ രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുന്ന ഒരുപാട് ആളുകളെ അറിയാം. ഗംഭീരമായിട്ട് വായിക്കും, രാഗങ്ങൾ കലർത്തി നല്ല വ്യാഖ്യാനിച്ച് നല്ലതുപോലെ വായിക്കും. പക്ഷേ അതിൽ പറയുന്ന ഒരു കാര്യം പോലും ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുനടക്കാൻ അവർ ശ്രദ്ധിക്കാറില്ല. അതിന് വായിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ വായിക്കുമ്പോൾ എന്തെങ്കിലും ഇച്ചിരി പൈസ കിട്ടും, അതുകൊണ്ട് പോയി ജീവിക്കാം എന്ന് വിചാരിച്ചാൽ അത് തൊഴിലാക്കി മാത്രം കൊണ്ട് നടക്കുന്നവരാണ്. അത് തന്റെ സംസ്കാരത്തിന്റെയും തന്റെ ജീവിതത്തിന്റെയും തന്റെ സ്വത്വത്തിന്റെയും ഭാവമാക്കി പരിവർത്തിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. നെറ്റിയിൽ കുറി അണിഞ്ഞിട്ട് കാര്യമില്ല, ഭസ്മലേപനാദികൾ അണിഞ്ഞിട്ട് കാര്യമില്ല, പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് കാര്യമില്ല. സ്വഭാവ സംസ്കരണം അത് ജീവിതത്തിന്റെ മഹാസംസ്കരണവുമായി മാറ്റി പ്രയോഗവൽക്കരിക്കാൻ കഴിയുമ്പോഴേ ഇതിന്റെയൊക്കെ ഗുണങ്ങൾ നമുക്കുണ്ടാവുകയുള്ളൂ. അതാണ് ഈ പുരാണ പാരായണത്തിന്റെയും ഇതിഹാസ പാരായണത്തിന്റെയും വേദോപനിഷത്തുകളുടെ പഠനത്തിന്റെയും ഒക്കെ അടിസ്ഥാനമായി നമുക്ക് എപ്പോഴും ചൂണ്ടിക്കാണിക്കാനുള്ളത്. എപ്പോഴും ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവൃത്തികളാണ് നമുക്ക് വേണ്ടത്, സത്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവൃത്തികളാണ് നമുക്ക് വേണ്ടത്. ഇത് ഒരിക്കലും പൂർണ്ണമായിട്ട് നടത്താൻ നമുക്ക് ആർക്കും കഴിയാറില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കള്ളങ്ങളുണ്ട്, കാപട്യങ്ങളുണ്ട്, കൃത്രിമത്വങ്ങളുണ്ട്, ഈ സാധാരണമല്ലാത്ത തെറ്റുകൾ ധാരാളമായി വരാറുണ്ട്. പിന്നെ കുറേയൊക്കെ കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പശ്ചാത്തപിക്കുകയും ചെയ്യാറുണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ട് പശ്ചാത്തപിച്ചിട്ടെന്താ കാര്യം? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതല്ലേ? ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കുന്നതിനേക്കാളും നല്ലത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആ മുന്നിലൊരു കുഴി ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുഴിയുടെ അപ്പുറത്തൂടെ മാറിപ്പോവില്ലേ? നമ്മൾ നേരെ കുഴിക്കകത്തോടെ പോയി ഇറങ്ങും? ഇല്ലല്ലോ. അപ്പൊ അപകടങ്ങൾ മുമ്പിലുള്ളത് നമ്മൾ അറിയാതെയാണ് അത് ചെന്ന് വിടുക. അപ്പൊ മുമ്പിൽ അപകടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടുകൂടി ആണ് ഇവിടെ പോകുന്നതെങ്കിലോ ഈ മുൻധാരണകളോടുകൂടിയുള്ള ജീവിത പദ്ധതിയാണ് ഇവിടെയൊക്കെ വേണ്ടത്. എന്തായാലും ഈ ആർഷ സംസ്കൃതിയുടെ ശരിയായ ഭാവം നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാമാദികൾ വിശ്വാമിത്രന്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നത്. വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ അതിബല തുടങ്ങിയുള്ള മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. വിശപ്പും ദാഹവും ഇല്ലാതായി. നമുക്കും അങ്ങനെയൊക്കെ ഒന്ന് കിട്ടിയിരുന്നെങ്കിലോ എന്ന് ആഗ്രഹിച്ചു പോവില്ലേ നമ്മൾ? അതിബല തുടങ്ങിയുള്ള മന്ത്രങ്ങൾ. ഇത് ശരീരത്തിന്റെ ക്ഷീണവും അകലും വിശപ്പും അകലും. വിശപ്പ് ഒരു പ്രേരണയായി നമ്മുടെ മുമ്പിലുണ്ട് എപ്പോഴും. സമയത്ത് ഒരു ചായ കഴിച്ചില്ലെങ്കിൽ, എന്നും കഴിക്കുന്ന സമയത്ത് ചായ കഴിച്ചില്ലെങ്കിൽ, എന്നും ബീഡി വലിക്കുന്ന സമയത്ത് ഒരു ബീഡി വലിച്ചില്ലെങ്കിൽ, ഒരു സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ, അല്പം ഒരു പെഗടിച്ചില്ലെങ്കിൽ, ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ശീലങ്ങൾ വരുന്നത്. ഇത് അനുശീലനത്തിന്റെ പിറകെ നമ്മുടെ സ്വഭാവം കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടേസ്റ്റ് ഓഫ് സംതിങ്, എന്തിനു വേണ്ടിയെങ്കിലുമുള്ള ഒരു ദാഹം തുടരുകയാണ്. എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം. എല്ലാ താല്പര്യങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നതായിരിക്കണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ ഒക്കെ. ത്വക്ക്, നാക്ക്, മൂക്ക്, ചെവി, കണ്ണ് എന്നുള്ള സെൻസ് ഓർഗൻസ്, പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, വാക്ക്, പാണി, പായു, ഉപസ്തംഭം എന്നീ 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്. 11 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. ഈ ഇന്ദ്രിയങ്ങൾ പറഞ്ഞാൽ അനുസരിക്കണം, നമ്മൾ പറഞ്ഞാൽ അനുസരിക്കണം. 100% വേണ്ട, കുറെയെങ്കിലും പറഞ്ഞാൽ അനുസരിക്കണം. വേണ്ട എന്ന് തീരുമാനിച്ചാൽ വേണ്ടണം എന്നാവരുത്, വേണ്ട എന്ന് തന്നെ ആയിരിക്കണം. വേണ്ടണമെന്ന് നമ്മൾ വിചാരിക്കും, മനസ്സുകൊണ്ട് വേണം. 10 രൂപ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ട, പൈസ വേണ്ട എന്ന് പറഞ്ഞ കൈ അങ്ങോട്ട് നീട്ടും. അതല്ല വേണ്ടത്, അത് വേണ്ടണമാണ്. ഇതല്ല വേണ്ട എന്ന് തീരുമാനിച്ചാൽ വേണ്ട. വേണം എന്ന് വെച്ചാൽ എന്ത് ചെയ്ത് നമുക്ക് നേടണം. ഇതാണ് നിശ്ചയദാർഢ്യം, ദൃഢപ്രത്യയത എന്ന് പറയുന്നത് ഗുണം. അതുണ്ടാവണം. എന്തായാലും സിദ്ധാശ്രമത്തിന്റെ ഭാഗത്ത് എത്തി. അവിടെ രാക്ഷസവംശ വിനാശനം ലക്ഷ്യമാക്കിയുള്ള യാത്രയാണല്ലോ അത്. അവിടെ വന്ന മാരീജാതി പ്രമുഖന്മാരെ, മാരീജൻ, സുബാഹു തുടങ്ങിയുള്ള ആളുകളെയും അത് കഴിഞ്ഞിട്ട് താടകയെയും രാമൻ ജയിക്കുകയാണ്. താടകയെ കൊല്ലുകയും മറ്റാളെ 100 യോജന അകലെയുള്ള സമുദ്രത്തിൽ കൊണ്ടെറിയുകയും ഓടിച്ചു കളയുകയും ചെയ്തു. രാമന്റെ അസ്ത്രശസ്ത്ര പ്രാവീണ്യം ആദ്യം ബോധ്യമാകുന്ന സംഭവമാണ് രാമായണത്തിൽ ഇത്. ഇതിനുശേഷമാണ് പിന്നെ അസ്ത്രശസ്ത്രാദികളുടെ നൈപുണ്യം വെളിവാകുന്നത്. രാമന്റെ അസ്ത്രവിദ്യയിലുള്ള പ്രാവീണ്യം രേഖപ്പെടുത്തപ്പെടുന്ന ആദ്യത്തെ സംഭവമാണ് താടകാവധവും മാരീചനെയും സുബാഹുവിനെയും ഒക്കെ ദൂരെ അടിച്ചുവിടുന്നതുമായ ഈ കഥാഭാഗം. താടക രാക്ഷസ സ്ത്രീയാണ്.
രാക്ഷസീയമായ സൗന്ദര്യമാണ് അവർക്കുള്ള സുന്ദരിയ. രാക്ഷസീയമായ സൗന്ദര്യം നമ്മുടെ സാത്വികമായ സൗന്ദര്യമല്ല. സാത്വികം, രാജസം, താമസം, ഇങ്ങനെ 3 ഗുണങ്ങളാണുള്ളത്. സാത്വികം കൊള്ളാം, രാജസം കൊള്ളാം, താമസമാണ് കൊള്ളരുതാത്തത്. അവർക്കത് നല്ലതാണ്. അതായത് ഏത് പ്രവൃത്തിയുടെയും നന്മതിന്മകൾ ഒരു പ്രശ്നമേ അല്ല. നേട്ടങ്ങൾ എനിക്ക് മാത്രം ഉണ്ടാകണം, സർവ ഐശ്വര്യങ്ങളും എനിക്കാണ് ഉണ്ടാകേണ്ടത് എന്ന് വിചാരിക്കുകയും അതിനാവശ്യമായി നന്മയോ തിന്മയോ എന്ന് നോക്കാതെ സദാ പ്രവൃത്തി എടുത്തുകൊണ്ടിരിക്കുകയും മറ്റുള്ളവരെ അതിൽ ഉപദ്രവിക്കേണ്ടി വന്നാലും കൊല്ലേണ്ടി വന്നാലും അതൊക്കെ ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദുഷ്ടജീവിതം നയിക്കുന്ന ആളുകളാണ് താമസ പ്രകൃതികളായ ആളുകൾ. കാട്ടാളരെന്ന് പറഞ്ഞാൽ പോരാ, രാക്ഷസരെന്ന് പറഞ്ഞാലും പോരാ, നിശാചരനെന്ന് പറഞ്ഞാലും പോരാ. ഇതെല്ലാം അവരുടെ സ്വഭാവത്തിന്റെ ഘടകങ്ങളാണ്. ശരിക്കും പറയാനും ഒറ്റവാക്ക് പറയാനില്ല നമുക്ക്. രാക്ഷസന്മാർ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട് ഓടിയവരെന്നാണ്. നക്രഞ്ചരൻ എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചരിക്കുന്നവരാ നിശാചരന്മാര്, രാത്രി സഞ്ചരിക്കുന്നവരാ. കാട്ടാളൻ എന്ന് പറഞ്ഞാൽ കാട്ടിൽ വസിക്കുന്ന ആളുകൾ എന്നാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എന്തായി? അങ്ങനൊരു സമൂഹമുണ്ട്. നാഗരികരായ ആളുകൾ പറയുന്ന സദാചാര മൂല്യങ്ങളൊന്നും പാലിക്കാതെ ജീവിച്ചു പോകുന്ന കുറെ ആളുകളാണ്. അവർക്ക് അവരുടേത് മാത്രമാണ് ശരി. അങ്ങനെയുള്ള താടകയെ സാത്വികമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുനിമാരെ രക്ഷിക്കുന്നതിന് വേണ്ടി കൊല്ലേണ്ടി വരിക എന്ന് പറയുന്ന കാര്യം. പിന്നെ അതിലുള്ള പാതകമെന്ന് പറയുന്നത് രാമൻ അമ്പയിച്ചു കൊന്നു, താടകയുടെ നെഞ്ചത്ത് തന്നെ അമ്പയിച്ചു കൊന്നു. നിശാചരീവധം അവിടെ സാധിക്കുകയാണ് രാമൻ. കവികളൊക്കെ പറയും വില്ലെടുക്കൂ രാമ കുലയ്ക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കവികളൊക്കെ വരാതെ മറ്റുമൊക്കെ എഴുതിയിട്ടുണ്ട് ധാരാളമായിട്ട്. ഇതൊക്കെ ഒരുപാട് ആളുകൾ ഇതേക്കുറിച്ച് അപലപിച്ച് പറഞ്ഞിട്ടുണ്ട്, രാമൻ ചെയ്ത് മഹാ തെറ്റായി പോയി എന്ന്. ഭാഗവത പുരാണത്തെ ആസ്പദമാക്കി പറയുമ്പോൾ അതിലും പറയുന്നുണ്ട്, പെൺകൊലയ്ക്ക് ആപത്തൊഴിഞ്ഞില്ലൊരു നേരം ഏതും പറയുന്നുണ്ട്. കംസൻ കുട്ടികളെ വട്ടശ്ശേരി അടിച്ചു കൊല്ലുന്ന സമയത്ത് ദേവകി പ്രസവിച്ച കുട്ടികളെല്ലാം വട്ടശിലമേൽ അടിച്ച് രക്തവും തലച്ചോറും ചുതറുമാർ ആഞ്ഞടിച്ച് കൊന്നു കഴിഞ്ഞു എന്ന് പറയുന്ന ഭാഗവത്തിൽ ദശമസ്കന്ധത്തിൽ 10ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അതുപോലെ പെൺകൊലയ്ക്ക് ആപത്തൊഴിഞ്ഞില്ല എന്നാണ്, ആപത്ത് ഉണ്ടാകുന്നതാണ്, പെൺകൊല പാടില്ലെന്നാണ്. എന്താണ് കാരണം? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇത് 3 കൂടെ ചേർന്ന ശബ്ദമായി സ്ത്രീ ഈ 3 ശബ്ദം 3 ഗുണങ്ങളെ സംബന്ധിച്ച ത്രിഗുണാത്മികയായ പ്രകൃതിയുടെ ഏറ്റവും സമ്പന്നമായ ഭാവം ഏത് എന്ന് ചോദിച്ചാൽ സ്ത്രീ എന്നാണ് ഉത്തരം. പുരുഷൻ അങ്ങനെ വരുന്ന അത്രയും വരുന്നില്ല. സ്ത്രീ സഹനത്തിന്റെ മൂർത്തിയാണ്, അമ്മയാണ്, എന്തെല്ലാം റോളാണ് അവർക്കുള്ളത്. മറ്റാളുകൾക്ക് സാധിക്കാൻ കഴിയാത്ത, പുരുഷൻ ഒരു കാരണവശാലും എത്തിപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള പല പല സിദ്ധികൾ കൈയാളുന്നതാണ് സ്ത്രീ എന്ന ആ ആശയം. സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം 3 സ്ത്രീ എന്ന് വരികയാണ്. ആ 3 ഗുണത്തെയും സമൂഹത്തിൽ നിന്ന് എറാഡിക്കേറ്റ് ചെയ്ത് കളഞ്ഞാൽ, ദൂരേക്ക് എടുത്ത് കളഞ്ഞാൽ പിന്നെ എന്തുണ്ട് സമൂഹത്തിൽ ബാക്കി? ഈ 3 ഗുണം നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് ഈ 3 ഗുണങ്ങൾ മാറി നിന്നാൽ പിന്നെ സമൂഹം എന്നൊന്നില്ല. അതുകൊണ്ട് അപകടങ്ങളും അബദ്ധങ്ങളും മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ടാണ് പെൺകൊല പാടില്ല എന്ന് പറയുന്നത്. ആ പെൺകൊലയ്ക്ക് ആപത്തൊഴിഞ്ഞില്ലൊരു നേരമേ എന്ന് പറയും. ആ ഒരവസ്ഥ രാമനിൽ ആരോപിക്കുന്നുണ്ട്. പക്ഷേ സർവേശ്വരനായ ഭഗവാന് മുമ്പിൽ സ്ത്രീയും പുരുഷനും മറ്റു ജീവജാലങ്ങളും എല്ലാവരും സമന്മാരാണ്. തിന്മ എവിടെ കണ്ടാലും ആ തിന്മയെ ഉന്മൂലനം ചെയ്ത് ശിഷ്ടജന രക്ഷണം സാധിക്കുക എന്നുള്ളതാണ്, ആർത്തത്രാണ പരായണത്വം സാധിക്കുക എന്നുള്ളതാണ് ഈശ്വരന്റെ കർത്തവ്യം. രാമൻ അവിടെ ഈശ്വരാവതാരമാണ് എന്നുള്ളത് കൊണ്ട്, വൈഷ്ണവ അവതാരമായതുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ, ആ വിഷ്ണുവിന് മുമ്പിൽ, ആ പരമാത്മാവായ ഭഗവാന് മുമ്പിൽ ആണെന്നോ പെണ്ണെന്നോ അട്ടയെന്നോ പാറ്റയെന്നോ പുഴുവെന്നോ ഇഴജന്തുവെന്നോ പക്ഷിയെന്നോ ഒന്നും ഒരു ഭേദമില്ല. ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ധർമാത്മകമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്തുന്നതിന്
സദാചാര മൂല്യങ്ങൾക്ക് ഹിതകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന്, മറ്റാളുകൾ ദുഃഖമില്ലാതെ കഴിഞ്ഞു പോകുന്നതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ ആവശ്യമായത് നൽകുക എന്നുള്ള ഉചിതവും അനുപേക്ഷണീയവുമായ കർത്തവ്യബോധമാണ് അവിടെ പ്രവർത്തിക്കുന്ന ഘടകമെന്ന് സമാധാനിച്ചാൽ ഈ പറയുന്ന കാര്യമൊന്നും പ്രശ്നമാവുന്നില്ല. അങ്ങനെ തടകാവധം കഴിഞ്ഞു. ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ വിശ്വാമിത്രൻ അതിനിടയിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വിശ്വാമിത്രന്റെ യാഗരക്ഷ അവിടെ കഴിയുന്നു. താടകവധം കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഒരിടത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് വിശ്വാമിത്രൻ കുട്ടികളെയും കൂട്ടി നേരെ വിദേഹ രാജ്യത്തേക്ക് പോകാനുള്ള ഒരുക്കമാണ്. അതിനിടയിൽ അഹല്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥ കൂടി വന്നു ചേരുന്നുണ്ട്. അഹല്യ മോക്ഷം എന്ന് പറയുന്ന ഭാഗം ഞാൻ കുറച്ച് വായിക്കാം. എല്ലാവരുടെയും കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ അത് എടുക്കുന്നത് നന്നായിരിക്കും. ആ പോർഷൻ ഏതാണെന്ന് ആ ഭാഗം ഏതാണെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കതിൽ നോക്കിയിരിക്കുകയും ചെയ്യാം. അഹല്യ മോക്ഷമാണ് ഞാൻ വായിക്കാൻ തീരുമാനിക്കുന്നത്. ആ ഭാഗം പുസ്തകത്തിൽ എടുത്തു വെച്ചാൽ നന്നായിരുന്നേനെ. പദങ്ങൾ തിരിഞ്ഞു വരുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കി പോകാൻ അത് സാധ്യമാകുകയും ചെയ്യും. അതാണ് ഈ രാമായണത്തിലെ പല ഭാഗങ്ങൾ വായിക്കുമ്പോൾ അക്ഷരങ്ങൾ തിരിഞ്ഞു വരാതെ വായിക്കാറുണ്ട് ആളുകൾ. അതുകൊണ്ടാണ് ഹാസ്യാത്മകമായിട്ട് ആളുകൾ പറയും രാമനോ മുണ്ടില്ല ലക്ഷ്മണനോ തോർത്തില്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കാറുണ്ടല്ലോ. വേണ്ടവണ്ണം പദങ്ങളെ ഛേദനം ചെയ്ത് അന്വയിച്ച് വായിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അഹല്യാമോക്ഷം എനിക്ക് സാധിക്കുന്നത് പോലെ ഞാനൊന്ന് വായിക്കുകയാണ്. എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കൽ അത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ലോകേശൻ നിജ സുതയായുള്ളോര അഹല്യയാം ലോകസുന്ദരിയായ ദിവ്യ കന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും. കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ ഭർത്തൃ ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ട് എത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും. തന്നുടെ പത്നിയായോരഹല്യയോടും ചേർന്ന് പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം. വിഷമോഹിനിയായോരഹല്യാരൂപം കണ്ട് ദുശ്ചവനനും കുസുമായുധവശനായാൻ. ചെന്തൊണ്ടിവായി മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിന് എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ. ചന്താർബാണാർത്തി കൊണ്ട് സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ച് അനങ്കാന്ധനായി വന്നാനല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനും. അതിന് ഇപ്പോൾ അന്തരം വരാതെയോരന്തരമെന്ത് എന്നോർത്തു ലോകേശാത്മജസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ട് അന്ത്യയാമാദിയിങ്കൽ സന്ധ്യാവന്ദനത്തിന് ഗൗതമൻ പോയ നേരം അന്തരാപുക്കാൻ ഉടജന്തരേ പരവശായി സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം
സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമുട്ടടുത്തിയിലെന്നു കണ്ട് ബദ്ധസന്ദേഹം ചെന്ന നേരത്ത് കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായി എത്രയും വേപധു പൂണ്ടു നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട് അതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ല് ആരാകുന്നത് എന്തിതു ദുഷ്ടാത്മാവേ ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം നിർലജ്ജനായ ഭവാൻ ഏതൊരു മഹാപാപി സത്യമെന്നോടു ചൊല്ലിയിട് അറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായിൽ ഭസ്മമാക്കുവൻ ഇപ്പോൾ ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ട് എല്ലാം നിന്തിരുവടി പൊറുത്തുകൊള്ളണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച് ആശ്രമമാകം ബുക്കപ്പോൾ അഹല്യയും വേപധു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടം എത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം ദുഷ്കൃതം ഒടുങ്ങുവാൻ ഇതിനു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവ്രതം കാമകിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ച് ഇവിടെ വസിക്കണം. നിഹാര ആതപ വായു വർഷാദികളും സഹിച്ച് ആഹാരാദികൾ ഏതും കൂടാതെ ദിവാരാത്രം നാനാ ജന്തുക്കൾ ഒന്നും ഇവിടെ ഉണ്ടായി വരാ കാരണദേശേ മതിയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാംഭോജസ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്ന് അറിഞ്ഞാലും ഇവിടെ ഇത്രയും കഥാഭാഗം കേട്ടവർക്കൊക്കെ മനസ്സിലായി കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അഹല്യയ്ക്ക് ഒരർത്ഥം കൂടെയുണ്ട്. ഹല്യം എന്ന വാക്കാണ് അഹല്യ. ഹല്യം ചെയ്യാതെയുള്ള സ്ഥലം എന്നർത്ഥമുണ്ട്. കൃഷി ചെയ്യാതെ വെളിമ്പറമ്പായി കിടക്കുന്ന സ്ഥലം, അല്ലെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം എന്നും കൂടി അഹല്യയ്ക്ക് അർത്ഥമുണ്ട്. അത് രാമന്റെ സ്പർശം ഉണ്ടായപ്പോൾ അതെല്ലാം വെട്ടിത്തെളിച്ച് പിന്നെ കൃഷി ചെയ്തു എന്നുള്ളതാണ് അർത്ഥമെന്ന് ചില വ്യാഖ്യാതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്. എങ്കിലും കഥയിൽ നമുക്ക് കഥയുടെ രൂപത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗൗതമൻ എന്ന പ്രസിദ്ധനായ മുനിയുടെ ഭാര്യയായിരുന്ന അഹല്യ പതിവ്രതാരത്നമായിരുന്നു. ഏകപത്നീവ്രതം എന്നുള്ള അർത്ഥമാണ്, അല്ലെ ഏകഭർത്തൃവ്രതം എന്നുള്ളതാണ്. ചരിത്രം ശുദ്ധിയോടെ കൊണ്ട് നടന്ന ആളാണ് അഹല്യ. അവരുടെ ഈ സൗന്ദര്യ ധാരാളിത്തം കണ്ടിട്ട്, അനുപമമായ സൗന്ദര്യം കണ്ടിട്ട്, ആരെയും ആകർഷിക്കാൻ പോകുന്ന ദേഹസൗന്ദര്യം കണ്ടിട്ട് ആകർഷരാകാത്ത ആരുമില്ല. സാക്ഷാൽ ദേവേന്ദ്രൻ പോലും ആകർഷനായി തീർന്നു. ദേവേന്ദ്രന് സ്ത്രീകൾക്ക് വല്ല പഞ്ഞുണ്ടോ? ഒരു ദാരിദ്ര്യമില്ല. എന്നിട്ടും ദേവേന്ദ്രന് പോലും ആസക്തി കാമാസക്തി തോന്നത്തക്ക ഉള്ള സൗന്ദര്യം ഈ അഹല്യയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഗൗതമ മുനി ധ്യാനത്തിന് വേണ്ടി, സന്ധ്യാവന്ദനത്തിന് വേണ്ടി ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയം നോക്കി അദ്ദേഹത്തിന്റെ വേഷപ്രച്ഛനായി ഗൗതമന്റെ വേഷം കെട്ടി അവിടെ വന്ന് അഹല്യയ്ക്ക് ഒരു സംശയവും തോന്നിയില്ല. ഭർത്താവ് എന്താ ഇത്ര നേരത്തെ കഴിഞ്ഞ് വന്നതെന്ന് മാത്രമേ അവർക്ക് തോന്നിയുള്ളൂ. അവരുമായി ഒത്തു കഴിയേണ്ടി വന്നു. കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ഇറങ്ങിപ്പോകുന്നല്ലോ, നേരം വെളുത്തില്ലല്ലോ, സന്ധ്യാവന്ന സമയമായി, ഇനി പോയിട്ട് കുറച്ചുകൂടെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് തിരിച്ച് ഗൗതമൻ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് എന്റെ വേഷത്തിൽ ആരാ ഇങ്ങനെ പോകുന്നതെന്ന് കണ്ടിട്ട് അതിശയം തോന്നി, അല്പം ദേഷ്യവും തോന്നി. കാര്യം തിരക്കാമെന്ന് കരുതി കോപത്തോടെ നീ ആരടാ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഉള്ള സത്യം
പറയുന്നത്. കോപിഷ്ഠനായ മുനി ഇന്ദ്രനെ ശപിച്ചു, സഹസ്രഭകനായി തീരട്ടെ എന്ന്. അതുപോലെ അഹല്യയെ കണ്ട മുനി കോപിഷ്ഠനായി, നീ ശിലയായി പോകട്ടെ എന്നും ശപിച്ചു. വിശ്വാമിത്രൻ രാമനെയും കൂട്ടി ഈ അഹല്യ ശിലയായി കിടന്ന സ്ഥലത്ത് എത്തുകയാണ്. ശ്രീരാമന്റെ പാദപതനം ഉണ്ടായപ്പോൾ അഹല്യ പൂർവ്വരൂപം പ്രാപിച്ചു, രാമനെ വണങ്ങി, ധാരാളമായി സ്തുതിച്ചു. രാമൻ അവരെ അനുഗ്രഹിച്ചു. അഹല്യാസ്തുതി രാമായണത്തിൽ വളരെ പ്രധാനമായ ഒരു ഭാഗമാണ്. ആ അഹല്യാസ്തുതിയോടുകൂടിയാണ് ഇവിടെ ബാലകാണ്ഡത്തിന് സമാപനം വരുന്നത്. ഗൗതമൻ ഒരു മുനി എന്നുള്ള നിലയിൽ ബ്രഹ്മചര്യത്തിലൂടെയും ധ്യാന മനനങ്ങളിലൂടെയും നേടിയെടുത്ത തപശക്തിയാണ്. മുനിമാർക്ക് അങ്ങനെ ആർജിക്കാൻ കഴിയുന്ന അഷ്ടൈശ്വര്യ സിദ്ധികളിൽ പ്രധാനമായത് ഇത്തരം കാര്യങ്ങളാണ്. പഞ്ചഭൂതാത്മകമായ ശരീരത്തിലെ, അതായത് പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതം എന്ന് പറയുന്ന 5 ഭൂതങ്ങളായിട്ട് വരുന്ന ഏതൊന്നിനെയും ഏത് സമയത്തും വേറിട്ട് നിർത്താൻ കഴിയുന്ന കഴിവ് അവർ ആർജിച്ചിട്ടുണ്ട്. അതിൽ ശരീരത്തിനകത്തുള്ള അഗ്നിയുടെ ആധാനമാണ് പൃഥ്വി, അപ്പ്, തേജസ് എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്, പൃഥ്വി ഭൂമിയാണ്, അപ്പ് വെള്ളമാണ്, ആകാശം. ഇങ്ങനെ 5 കാര്യങ്ങളാണ് അവിടെ പഞ്ചഭൂതാത്മക വിധം ശരീരം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം 5 ഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അതിൽ ഈ അഗ്നി എന്ന് പറയുന്ന അംശം, നമ്മൾ കക്ഷത്തിൽ കൈവച്ചെന്ന് പറഞ്ഞാൽ ചൂടുണ്ട്. അതുപോലെ നമ്മൾ മൂത്ര പുരീഷങ്ങൾക്ക് എല്ലാത്തിനും ചൂടാണുള്ളത്. നമ്മുടെ പ്രാണവായു പുറത്തേക്ക് വിടുമ്പോൾ ശ്വാസനിശ്വാസങ്ങൾ വരുന്ന ആ പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിന് ചൂടാണുള്ളത്. ആമാശയത്തിനകത്ത് ചൂടാണുള്ളത്. അപ്പോൾ അസാമാന്യമായ അഗ്നിയെ നമ്മൾ സ്വന്തമായി കൊണ്ടു നടക്കുന്നുണ്ട് ഓരോരുത്തരും. ആ അഗ്നിയെ മാത്രം വേറിടിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് സിദ്ധിയുള്ളവർക്ക് സാധിക്കും. ഔപാസനിക അഗ്നി എന്ന് പറയുന്ന ഒരു അഗ്നിയുണ്ട്. ഉപാസന കൊണ്ട് അഗ്നി ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് നോക്കി തീ കത്തിക്കാൻ പറ്റും. യാഗത്തിനൊക്കെ പണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അരണി കടഞ്ഞിട്ടാണ് പിന്നെ യാഗത്തിനൊക്കെ അഗ്നി ഉണ്ടാക്കുന്നത്. അരണി കടഞ്ഞിട്ട് ഇതിനെ പിടിച്ച് കടഞ്ഞിട്ട് ഉണ്ടാക്കും. എന്നാൽ ഉപാസന കൊണ്ട് അഗ്നിയെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. അത് നമ്മുടെ ശരീരത്തിനകത്തെ അഗ്നിയെ ഒരു ബിന്ദുവിൽ കൊണ്ടുവരികയാണ്, അത് തീ കത്തിക്കുക എന്നാണ്. ഔപാസനിക അഗ്നി എന്ന് പറയും. അത്തരം അഗ്നിയുണ്ട്. ഈ അഗ്നിയുടെ അംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ കോപരൂപേണയും പുറത്തേക്ക് വരും. കണ്ണുകളിലൂടെയാണ് വരിക. കണ്ണീര് ചൂട്. എങ്ങനെയായി കണ്ണീര് വരുന്നത്? താപം എന്നൊരു വാക്കുണ്ട് ദുഃഖത്തിന്, ചൂടൊന്നും കൂടി അർത്ഥമുണ്ട്. നമുക്ക് സഹിക്കാൻ കഴിയാത്ത വൈകാരിക തീവ്രത ഉണ്ടാകുന്ന സമയത്ത് ഈ ദുഃഖമായി ഇത് വരുമ്പോൾ ശരീരത്തിനകത്തെ ജലാംശം മുകളിലേക്ക് വന്ന് കൺപോളകളിൽ വരികയാണ്. കൺപോളിൽ വന്ന് തണുത്ത് വെള്ളമായി താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. ശരീരത്തിലെ ചൂടാണ് ഈ കണ്ണിനായിട്ട് വരുന്നത്. അതാ ദുഃഖമായിട്ട് വരുന്നത്. സന്തോഷം വരുമ്പോഴും അതുണ്ടാകും. ഈ 2 സമയത്തും ഈ ചൂടാണ് വരുന്നത്. ശരീരത്തിനകത്തുള്ള വെള്ളത്തെ ഈ ചൂട് കൊണ്ട് ആവിയാക്കി കൊണ്ടുവന്ന് ഈ കൺപോളകൾ തണുപ്പിച്ച് താഴേക്ക് വെള്ളത്തുള്ളികളായിട്ട് ഇറക്കുകയാണ് കണ്ണീര്. അതുകൊണ്ടുണ്ട്. അതുപോലെ ശാപം എന്ന് പറയുന്ന കാര്യം ഈ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന അഗ്നിയെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിപ്പിച്ചാൽ സാധ്യമാണ്. നമ്മൾ കോപത്തോടെ ഒരാളെ നോക്കിയാൽ അപ്പോഴറിയാം. ശക്തമായ കോപത്തോടെ നമ്മൾ ഒരാളെ നോക്കുമ്പോൾ അയാൾ പെട്ടെന്ന് തലകുനിക്കും. ഇയാളെന്ന് എന്നിങ്ങനെ കോപിച്ച് നോക്കുന്നത്, അല്ല ഞാനൊന്നും ചെയ്തില്ല പിന്നെന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്ന് പറയും. കോപത്തെ നേരിടാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. അത് കാരണം നമ്മുടെ കണ്ണുകളിൽ നിന്ന്, ഈ കോപിക്കുന്ന ആളുകളുടെ കണ്ണിൽ നിന്ന് ചിതറിത്തെറിക്കുന്ന അഗ്നിച്ചികളുകൾ ചെന്ന് മുട്ടുന്നത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെ ഒന്ന് ശപിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഇയാളുടെ ശക്തി ചോർന്നു പോവുകയാണ് ചെയ്യുന്നത്. ശക്തി ക്ഷയിച്ചു പോകും. ദുർവാസാവ് അങ്ങനെയായിരുന്നു. ദുർവാസാവ് ആരെങ്കിലും ഒന്ന് ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ അവിടെ നിൽക്കത്തില്ല, ഒറ്റ ഓട്ടമാണ്. കാട്ടി പോകും, തപസ് ചെയ്യാൻ എവിടെ പോയി തപസ് ചെയ്യും. തപസ് ചെയ്ത് ശക്തി ആർജിച്ചിട്ട് തിരിച്ചു വരും. കാരണം ശരീരത്തിന്റെ നിലനിൽപ്പിന് അഗ്നി ആധാനം ചെയ്യുക അത്യാവശ്യമാണ്. അഗ്നിയുടെ ചോർച്ച അല്ലെങ്കിൽ വീഴ്ച അല്ലെങ്കിൽ ന്യൂനത ശരീരത്തിന്റെ ആരോഗ്യക്ഷമതയെ ശരിയായി ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അത് വീണ്ടും ആർജിക്കേണ്ടതുണ്ട്. ആ ദുർവാസാവൊക്കെ ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കില്ല, പിന്നെ എവിടെങ്കിലും പോയി തപസ് ചെയ്ത് പിന്നെ വരും, എപ്പോഴെങ്കിലും വന്ന് പിന്നെ ഒന്ന് ശപിക്കും. അതുപോലെ ശാപം എന്ന് പറയുന്നത് സാധ്യത ഉള്ള കാര്യമാണ്. യോഗബലം നേടിയിരിക്കുന്ന ആളുകൾക്ക് സാധിക്കും.
ശരീരത്തെ ചെറുതാക്കാൻ കഴിയുക, ശരീരത്തെ വലുതാക്കാൻ കഴിയുക, പൂരക, രേചക, കുംഭക, അണിമ, ഗരിമ, ഇങ്ങനെ വരും. കുറെ സിദ്ധികൾ വരും. അഷ്ടൈശ്വര്യ സിദ്ധികളായിട്ട് വരും. പ്രാപ്തി, പ്രാകാശ്യം എന്നൊക്കെ പറയുന്ന സിദ്ധികളായിട്ട് വരും. അപ്പൊ അത് ശീലിക്കാവുന്നതാണ്. ഇന്നങ്ങനെ അറിയാവുന്നവരും ശീലിക്കാവുന്നവരും ഇല്ല. പക്ഷെ ഈ മഹാകുംഭമേളയുടെ കാലത്ത് നമ്മൾ TV-യിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഈ മേലോട്ട് ആളുകൾ പോകുന്നതും താഴെ പോയിരിക്കുന്നതും ഒക്കെ കാണാറുണ്ട്. എല്ലാവരും കണ്ടിരിക്കുവാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇത് ഇങ്ങനെ ഒരു സമ്പ്രദായം ഇതിനകത്തുണ്ട്. അപ്പൊ അവനൊരു അസഹ്യമായ കോപം പുറത്തേക്ക് വരുമ്പോൾ അതിനെ ഇല്ലാതാക്കുന്നതിനെ ഈ മുനിമാർ ചെയ്യുന്നത് ശപിക്കുക എന്നുള്ളതാണ്. അത് സ്വന്തം ഭാര്യയായാലും മക്കളായാലും ശിഷ്യന്മാരായാലും ആരായാലും ഈ ശാപം വരും. ആ ശാപം ഫലിക്കുകയും ചെയ്യും. സയുക്തികമായ ശാപം ഫലിക്കണമെന്നാണ്. ഇവിടെ അഹല്യ അവിടെ യാതൊരു കുറ്റവും ചെയ്തവളല്ല. അഹല്യെ തെറ്റിദ്ധരിപ്പിച്ച ഇന്ദ്രനാണ്. സാക്ഷാൽ ഇന്ദ്രനാണ് ആ ശാപം ചെല്ലേണ്ടത്. അദ്ദേഹം ഇന്ദ്രനെയും മുനി ശപിച്ചു. നീ സഹസ്രഭകനായി പോകട്ടെ എന്നാണ്, സഹസ്ര ലിംഗങ്ങളുള്ളവനായി തീരട്ടെ എന്നാണ് ശപിച്ചത്. അപ്പൊ രണ്ടുപേർക്കും ഈ ശാപം കിട്ടി. ആ ശാപം വരാനുള്ള കാരണം കൂടി അവിടെ പറയുന്നുണ്ട്. രാമൻ പിൽക്കാലത്ത് അനുജനുമായി അവിടെ എത്തുമെന്നും ഇതുവഴി കടന്നു പോകുമെന്നും അപ്പോൾ ശാപമോക്ഷം ഉണ്ടായി പൂർവാധികം സുന്ദരിയും പൂർവാധികം ശക്തിശാലിയും ശുദ്ധയുമായി തീരും അഹല്യയെന്നുമുള്ള ശാപമോക്ഷം കൂടി അവിടെ പറഞ്ഞിട്ടാണ് ഗൗതമൻ അവിടെ നിന്ന് പിന്നെ തപസ്സിനായി പോകുന്നത്. പിന്നെ അഹല്യോടൊപ്പം കഴിയല്ല ചെയ്ത് ആ ശരിയായി കിടന്ന അഹല്യ അവിടെ ഇട്ടിട്ട് അദ്ദേഹം വീണ്ടും വേറെ ഇടങ്ങളിൽ തപസ്സിന് പോവുകയാണ് ചെയ്തത് ഗൗതമൻ. അതാണ് അഹല്യ. ആ അഹല്യയുടെ സ്തുതി ഉണ്ട്. ആ സ്തുതി ഭാവം നമുക്ക് അടുത്ത ദിവസം നോക്കാം. അങ്ങനെ നമുക്ക് കുറച്ച് വായിച്ചും പറഞ്ഞു പോകുന്ന സമ്പ്രദായമുണ്ട്. എന്തായാലും അടുത്ത ദിവസം നമ്മൾ എടുക്കുമ്പോഴേ ആ പുസ്തകം കൂടി ഒന്ന് കരുതിയാൽ നന്നായിരിക്കും. രാമായണമേ ആ വായിക്കുന്ന ഭാഗം ഞാൻ പറയാം, അത് നോക്കിയിരിക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്നതിനേക്കാളും കൂടുതൽ കേൾവിക്കാർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. കഥ സ്വയം മനസ്സിലാക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാനുള്ള സാധ്യതയും അതുമൂലം ഉണ്ടാവും. അത് ഈ പഠന ക്ലാസ് എന്നുള്ള നിലയിൽ കണക്കാക്കുമ്പോൾ അങ്ങനെയൊക്കെ വേണമല്ലോ. വെറുതെ ഒരു പ്രഭാഷണമാണെങ്കിൽ 1 മണിക്കൂർ നൂത്തി പിടിച്ചങ്ങ് കത്തിച്ചങ്ങ് വിട്ടാൽ മതിയല്ലോ. ഇത് അതല്ല, നമുക്ക് ഗുണകരമായ ഒരു മാറ്റം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ചിത്തവൃത്തി വിശേഷത്തെ കുറച്ചുകൂടെ പരിഷ്കരിക്കുകയും പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുക എന്നതുകൂടി നമ്മുടെ ലക്ഷ്യമാണല്ലോ. നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം കൂടിയാവുന്നത് കൊണ്ട് അതൊരു ദൗത്യമായി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ശരി, ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവർക്കും നമസ്കാരം.